നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചുവെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ. വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുവാനുള്ള ടെൻഡറുകൾ ഒരാഴ്ചയ്ക്കകം പുറത്തിറക്കും. താനൂർ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം, ഫയർഫോഴ്സ്, തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, തുറമുഖ വകുപ്പ് തുടങ്ങിയവയും പുല്ലൂപ്പിക്കടവിൽ പരിശോധന നടത്തിയിരുന്നു. പദ്ധതിക്ക് മനഃപൂർവ്വമായ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും വിദഗ്ധ ഏജൻസികളുടെ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിക്കേണ്ടതുകൊണ്ടാണ് വൈകിയതെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. വേഗതയിൽ പൂർത്തീകരിച്ച ഒരു ടൂറിസം പദ്ധതിയാണ് പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി എന്ന്. എന്നാൽ 8 മാസം കൊണ്ട് അത് നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തിയാക്കപ്പെട്ടു. മാത്രമല്ല പ്രകൃതി രമണീയമായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിൽ ഒരു കേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു. 4,1,50,000 രൂപയാണ് പാസ്സാക്കിയത്. പിന്നീട് അത് റിവേഴ്സ് എസ്റ്റിമേറ്റ് അവർ കമ്പനിയോട് 4,27,27,98,673 രൂപ റിവേഴ്സ് എസ്റ്റിമേറ്റ് ആയിട്ട് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒട്ടേറെ വാർത്തകളിടയിൽ വന്നിരുന്നു. നമ്മുടെ ഈ ടൂറിസം പദ്ധതികൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ടൂറിസം പദ്ധതി ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് നടത്തിപ്പിന് DTPC ടെൻഡർ ചെയ്ത ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുക. സാധാരണ അതിൻ്റെ ഒരു പ്രോസസ്സ് അതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ 12/9/2023 നമ്മുടെ അത് ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ഫാസ്റ്റായിട്ടാണ് മന്ത്രി അതിൻ്റെ പണി പൂർത്തിയായി മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്.